പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ. ആമേൻ. ഇന്ന് ഒക്ടോബർ മാസം 27 തിങ്കളാഴ്ച. കൊലോസ്യ ലേഖനം 3-ാം 23 വാക്യം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ അത് വിജയം നേടുക, പ്രശസ്തിയിലേറുക, സമ്പാദിക്കുക എന്നല്ല. നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിലൂടെ ദൈവത്തെ പ്രതിഫലിപ്പിക്കുക എന്നതാണ് അതിലേറ്റവും വലിയ വെല്ലുവിളി എന്ന് സൂചിപ്പിക്കട്ടെ. കൊലോസ്യ ലേഖനം 3-ാം 23 വാക്യം നാം വായിച്ചു കേട്ടതായ ആ ഭാഗം നമ്മെ അതിലേക്കാണ് ആഹ്വാനം നൽകുന്നത്. അവിടെ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മനുഷ്യർക്കായി അല്ല, കർത്താവിനായിട്ട് ഹൃദയപൂർവ്വം ചെയ്യണം. ഇതൊരു വാക്കല്ല, ഒരു ജീവിത മാർഗമാണ്. പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, നമ്മുടെ ജോലി അതെന്തായാലും അത് ദൈവത്തിനുള്ള സേവനമാകട്ടെ എന്നാണ്. സാധാരണ ജോലികളിൽ പോലും ദൈവീകത ദർശിക്കുവാൻ നമുക്കിടയായി തീരണം. അതായത് പ്രവർത്തനത്തിൻ്റെ വലിപ്പമല്ല പ്രാധാന്യമായിട്ടുള്ളത്, പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥതയാണ്. അതാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടത്. നാം പ്രവർത്തിക്കുന്നത് മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടാകരുത്, പിന്നെയോ ദൈവം നമ്മുടെ പ്രവൃത്തിയിൽ സന്തോഷിക്കുവാൻ ഇടയായി തീരണം. അതാണ് ഒരു വ്യക്തിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിലുള്ളതായ ആളിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വചനം 3 ആത്മീയ പാഠങ്ങൾ നമുക്ക് നൽകുകയാണ്. 1, ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകും. നാം ചെയ്യുന്ന എല്ലാറ്റിലും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും ഉണ്ടാകുക. 2, ദൈവസ്തുതിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതായത് നാം എന്തു പ്രവർത്തിച്ചാലും അത് മനുഷ്യരുടെ അംഗീകാരത്തിനായിട്ടല്ല, മനുഷ്യരുടെ മുൻപിൽ പ്രശംസിക്കപ്പെടുവാനായിട്ടല്ല, പിന്നെയോ ദൈവത്തിന് സ്തുതി കരയേറ്റുക എന്നതായ നിലയിൽ പ്രവർത്തിക്കുക. 3, വിശ്വസ്തതയാണ്. ചെറിയ ജോലികളിൽ പോലും വലിയ ചുമതലകളിലാണ് എങ്കിലും വിശ്വസ്തതയോടെ പ്രവർത്തിക്കുക. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ മൂല്യമുണ്ട് എന്ന തിരിച്ചറിവ് കൂടുതൽ വിശ്വസ്തതയോടെ പ്രവർത്തിക്കുവാൻ നമുക്കൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ചാൾസ് ഡിക്കൻസിൻ്റെ അനുഗ്രഹീതമായ ഒരു നോവലാണ് ഡേവിഡ് കോപ്പർഫീൽഡ്. ഈ സത്യത്തിലേക്കാണ് നമ്മെ ഇത് വഴി നടത്തുന്നത്. ഡേവിഡ് ബാല്യത്തിൽ ദാരിദ്ര്യവും വേദനയും നഷ്ടവും നേരിട്ട ഒരു വ്യക്തിയാണ്. അവന് വലിയ സ്വപ്നങ്ങൾ ഇല്ലായിരുന്നു. പക്ഷേ ഹൃദയസഹിതമായ ഒരു പരിശ്രമം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവൻ ചെറിയ ജോലികളിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. മറ്റുള്ളവർ അവനെ പരിഹസിച്ചു. എന്നാൽ അവനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്, അവൻ ഏറ്റെടുത്തതായ ഓരോ ജോലിയും ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും നിവർത്തിച്ചു. അത് മനുഷ്യരുടെ പ്രശംസയ്ക്കായിട്ടല്ല, തൻ്റെ കടമയാണ്, ദൈവത്തോടുള്ള വിശ്വസ്തയോടുകൂടെയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നതായ ബോധ്യത്തോടുകൂടെ അവൻ പ്രവർത്തിച്ചു. കാലം കഴിഞ്ഞപ്പോൾ ആ പരിശ്രമം അവനെ വളർത്തി. വിദ്യാഭ്യാസത്തിൽ, ബന്ധങ്ങളിൽ, വ്യക്തിത്വങ്ങളിൽ അവൻ വിജയത്തിലേക്ക് എത്തിച്ചേർന്നു. അത് അവൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം മുഖാന്തരമായിട്ടാണ്. അവൻ്റെ കഥ നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ആത്മാർത്ഥമായി ചെയ്യുന്ന
എല്ലാ പ്രവൃത്തികളും അത് അനുഗ്രഹമായി മാത്രമേ മാറുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നാം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എത്ര ചെറിയ ജോലി ചെയ്താലും, സാധാരണ ജോലിയായാലും, അത് മറ്റുള്ളവർക്കുള്ള ചെറിയ സഹായമായാലും എല്ലാം ദൈവത്തിനായാണ് ഞാൻ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന മനോഭാവത്തോടെ പ്രവർത്തിക്കുക. നമ്മുടെ ഹൃദയങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാൻ ഇടയായിത്തീരണം. ഓർക്കുക, എന്ത് പ്രവർത്തിക്കുമ്പോഴും അത് പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിക്കുക. ദൈവത്തിനായി പ്രവർത്തിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കുക. പ്രാർത്ഥിക്കുക. പ്രിയ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ നിന്നെ സേവിക്കുന്നതാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സാധാരണ കാര്യങ്ങളിൽ പോലും നിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുവാൻ ശക്തിയും ആത്മാർത്ഥതയും ഞങ്ങൾക്ക് നൽകിത്തരണമേ. മനുഷ്യരുടെ കണ്ണിൽ നിസ്സാരമായവയിലും നീ സന്തുഷ്ടനാകുന്നുവെന്ന സത്യം ഞങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ ഇടയായിത്തീരണമേ. ഞങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.